നമസ്കാരം. ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ടു ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് റിലേഷനിലോട്ട് വരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അവർ കൺഫ്യൂസ്ഡ് ആണ്. കാരണം എപ്പോഴും വഴക്കുണ്ടാവുന്ന അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന റിലേഷൻ മുന്നോട്ട് ചൂസ് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ദ വേൾഡ് കാർഡാണ്. ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് മുന്നോട്ട് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ വഴക്ക് കൂടി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന റിലേഷൻ ആണെങ്കിൽ അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. 4 ഓഫ് വാൻസ് എനർജിയാണ്. നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഈ കാര്യത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പം ഈ വഴക്കിന്റെ പേരിൽ അകന്ന് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഇരുന്നൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് കാര്യങ്ങൾ, അതായത് ആരുടെ ഭാഗത്താണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്, രണ്ടുപേരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകളും സ്വയം നിങ്ങൾ രണ്ടുപേരും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. 2 ഓഫ് വാൻസ് ആണ് വീണ്ടും കാണിക്കുന്നത്. അതായത് നിങ്ങൾ പേഴ്സൺ ഈ റിലേഷൻ ചൂസ് ചെയ്യണം എന്നുണ്ട്. കാരണം അവർക്കിത് നഷ്ടപ്പെടുത്താൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പം അവർ കൺഫ്യൂസ്ഡ് ആണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോയി ഇനി ഇഷ്യൂസ് ആണെങ്കിൽ അവർക്ക് മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിക്കാൻ വയ്യ. അപ്പം ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് അവർ ഈ റിലേഷന് ഒരു അകൽച്ചയിൽ നിർത്തുന്നത് എന്നാണ് കാണിക്കുന്നത്. 10 ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങളെ പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്, ഒരുപാട് മാനസികമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഈ റിലേഷനിൽ. അത് നിങ്ങളും അനുഭവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ ഈ വഴക്കുകൾ ഉണ്ടാവുന്നതിന്റെ ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ് രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സ്ട്രെസ് ഇനിയും താങ്ങാൻ വയ്യ, അവർക്ക് അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ വയ്യ, ഫാമിലി കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആവാൻ വയ്യ. എപ്പോഴും റിലേഷണൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് അവരുടെ മറ്റുള്ള കാര്യങ്ങളെ കൂടി അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ നിങ്ങളെ വിട്ടുപോകാനും വയ്യ, പക്ഷെ ഈ ഒരു മാനസിക സമ്മർദ്ദം സഹിക്കാനും വയ്യ എന്നുള്ള രീതിയിലാണ് അവരിപ്പോ നിൽക്കുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. അവർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ഫോക്കസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നപ്പം അവരുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ ഇല്ലാത്തത്, അവരൊരു ഗ്യാപ്പ് ഇടുന്നത് അതുകൊണ്ടാണ്. ഇപ്പം അവരാഗ്രഹിക്കുന്നത് ഒന്ന് മാനസികമായിട്ടൊന്ന് ഓക്കെ ആയതിനു ശേഷം റിലേഷനിലോട്ട് തിരികെ വരാം, എന്നിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം എന്നാണ് കരുതുന്നത്. കാരണം അവർക്ക് ഇപ്പൊ പീസ്ഫുൾ ആയിട്ട് അവരുടെ കരിയറിലും മറ്റു കാര്യങ്ങളിലും കുറച്ച് ഇൻവോൾവ്ഡ് ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. 10 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾ കരുതുന്നത് നിങ്ങളെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. റിലേഷനിൽ എപ്പോഴും ഇഷ്യൂസ് വരുന്നത് അവരുടെ കരിയറിനെ, മറ്റുള്ള കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് സ്പേസ് വേണം, കുറച്ച് സമയം വേണം. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം വേണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർക്കൊന്ന് ചിന്തിക്കാൻ, അവരുടെ ഈ റിലേഷൻ ഇങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി റിലേഷനെ കുറിച്ച് ഒരു റീതിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം അവർക്ക് വേണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് മുന്നോട്ട് വരുന്നതായിട്ടാണ്.
കുറച്ച് സ്പേസ് ഇട്ടതിന് ശേഷം, കുറച്ച് അകൽച്ച വെച്ചതിന് ശേഷം അവര് ഒരു റിലേഷന് വേണ്ടി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. റിലേഷൻ മുന്നോട്ട് പോകുന്ന ഒരു എനർജിനെയാണ് കാണുന്നത് കേട്ടോ. പക്ഷേ തിരികെ വരാൻ കുറച്ച് സമയം എടുത്തേക്കാം. ഒരു സ്പീഡപ്പ് ആയിട്ട് വരുന്ന എനർജി അല്ല. സാവധാനം മാത്രമേ നിങ്ങളുടെ പേഴ്സൺ തിരികെ റിലേഷനിലോട്ട് വരുന്നതായിട്ട് കാണുന്നുള്ളൂ. കാരണം ഇനി അവര് റിലേഷന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് അവർക്ക് അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ രീതിയിലും കാര്യങ്ങളെ കണ്ട് അതിനനുസരിച്ചൊരു ഡിസിഷൻ എടുക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. ട്രാൻസ്പെറൻസി എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ രണ്ടുപേരും യാതൊരു മറയും കൂടാതെ, അതായത് രണ്ടുപേരുടെയും ഇടയിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മറച്ചു വെക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ മറച്ചു വെക്കുക, അവരുടെ ഇമോഷൻ അവരെ മറച്ചു പിടിക്കുക, അങ്ങനെ ചെയ്യാതെ രണ്ടുപേർക്കും ആ സമയത്ത്, അതായത് ഇപ്പോൾ വഴക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫീൽ ചെയ്യുന്ന കാര്യം തുറന്നു പറയാം. എനിക്കത് ഹേർട്ട് ആവുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് കേട്ടോ. ഐ ലവ് യു എന്നാണ് പറയുന്നത്. എന്തിനേക്കാളും അപ്പുറത്ത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എത്ര വഴക്കിട്ടാലും ആ ഒരു വഴക്ക് എൻഡ് ആയി പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു വഴക്ക് അവസാനിച്ച് റീസ്റ്റാർട്ട് ഈ റിലേഷൻ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ അത്രയും നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ ഒരു സ്നേഹം തന്നെയാണ് ഈ റിലേഷനെ ഇത്രയും പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. മൈ വേൾഡ് എന്നാണ് കാണിക്കുന്നത്. അവരുടെ ലോകം തന്നെ നിങ്ങളാണ്. അപ്പം ഈ ഒരു ലോകം ബിൽഡ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ കൂടി അവർ സെറ്റ് ചെയ്യണ്ടേ. ഇവിടെ കാണിക്കുന്നത് ഇപ്പം മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കരിയറും കൂടി ഇതിന്റെ കൂടെ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കുറച്ച് ഗ്യാപ്പ് ഇടുന്നത്, അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 2001, ലെറ്റർ വി, ലെറ്റർ എ, 1991 ജനുവരി, കാർത്തിക, ഒക്ടോബർ 1990, ലെറ്റർ എസ്, 2000, ചിത്തിര, ഉത്രാടം, തിരുവാതിര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.